വണക്കം വന്ദന നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. വെൽക്കം ടു ട്രേഡർ ഓപ്ഷൻ ട്രേഡർ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. മാർക്കറ്റ് പ്രൊഫൈൽ ബേസ് ചെയ്തിട്ടുള്ള ലെവൽസാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റി 50 ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 9 തീയതി ഡിസംബർ മാസം 2024 രാവിലെ 6:53 ഇന്നലെ ഞാനൊരു വീഡിയോ ഡീറ്റെയിൽഡായിട്ട് റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ ലാപ്ടോപ്പും ബാക്കിയുള്ള കാര്യങ്ങളും നെറ്റ്വർക്കും ഒന്നും ആ സമയത്ത് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്തത് പിന്നെ ഡിലീറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അത് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർന്ന് ഉള്ള റെക്കോർഡിംഗ് ആയിരുന്നു. പക്ഷേ ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം. നമ്മൾ ലെവൽസ് ഈ ടെലഗ്രാം ചാനലിലുള്ളവർക്കറിയാം എത്രത്തോളം അക്യുറസി തരുന്നതാണ് എന്നുള്ളത്. ഇതൊന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ മലയാളത്തിലാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഈ പ്രൊഫൈലുണ്ടല്ലോ, അതായത് മാർക്കറ്റ് പ്രൊഫൈൽ സംബന്ധിച്ചിടത്തോളം ഈ ദിവസത്തെ ഈ കയറ്റം, ഈ ഗ്രീൻ ക്യാൻഡലിൻ്റെ ഈ കയറ്റം അല്ലെങ്കിൽ ഈ പ്രൊഫൈൽ 5 തീയതി ഡിസംബർ മാസം 2024 ഈ ഒരു പ്രൊഫൈൽ കുറേ അനോമാലി ഉണ്ട്. മാർക്കറ്റ് പ്രൊഫൈലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം കുറേ അനോമാലി അവിടെ ഉണ്ട്. അപ്പോൾ ഈ അനോമാലിയുള്ള പ്രൊഫൈൽ റിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഇത് ഒരു പുവർ സ്ട്രക്ചറാണ്, അത് റിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ അത് എപ്പോഴാണ്? ഇന്നലെ പ്രോമിനൻറ്റ് പോയിൻ്റ് ഓഫ് കൺട്രോളാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ, അതായത് ലാസ്റ്റ് ട്രേഡിംഗ് ദിവസം വെള്ളിയാഴ്ച പ്രോമിനൻറ്റ് പോയിൻ്റ് ഓഫ് കൺട്രോളാണ് അവിടെ നമുക്ക് കാണാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മുകളിലുള്ള റെസിസ്റ്റൻറ്റിൻ്റെ അവിടെയാണ് ഓപ്പൺ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്റ്റോപ്പ് ലോസും കൊണ്ട് നമുക്ക് താഴോട്ട് നോക്കാം. അത് മുകളിലോട്ട് പോകണം, അതായത് തിരിച്ചും നല്ലൊരു അപ്പ് മൂവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു അക്സെപ്റ്റൻസ് 24,970 അവിടെ നമുക്കൊരു അക്സെപ്റ്റൻസ് കിട്ടണം. അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് നമുക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രമേ നമുക്ക് മുകളിലോട്ടുള്ള ഒരു ചാൻസസ് കൂടുതലുള്ളൂ. അതേസമയം ഫ്ലാറ്റ് ഓപ്പൺ ആണെന്ന് വിചാരിച്ചോളൂ, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് PDL ആദ്യത്തെ ടാർഗറ്റ് പ്രീവിയസ് ഡേ ലോയും, പിന്നെ അടുത്ത ടാർഗറ്റ് ഡയറക്റ്റായിട്ട് നമുക്ക് ഇത് ഒരു 300 പോയിൻറ്റിൻ്റെ ഒരു റേഞ്ച് ഉണ്ട്. നിഫ്റ്റിക്ക് ഒരു 300 പോയിൻ്റ് റേഞ്ച് ഉണ്ട്. സോ ഇത് താഴോട്ട് നമുക്ക് നോക്കാവുന്നതാണ്. ഇത് ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ, ഒരു ചെറിയ മുകളിൽ റെസിസ്റ്റൻറ്റിൻ്റെ അവിടെ ഓപ്പൺ ആയാൽ, അത് തന്നെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയാൽ, അതായത് 24,500, 550, 517 ഈ ലെവലിലോട്ടൊക്കെ ഓപ്പൺ ആയാൽ, ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ആകുന്നു എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു റിവേഴ്സൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മുകളിലോട്ട്. ഇതാണ് ലെവൽ. ഇത് നിഫ്റ്റി ഫ്യൂച്ചറാണ്. നിഫ്റ്റി സ്പോട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് നമ്മൾ ചെറിയൊരു ലെവൽ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അതായത് നമുക്കൊരു 100 പോയിൻറ്റിൻ്റെ റേഞ്ച് ഉണ്ട്. ഫ്യൂച്ചറിനും എന്താ പറയുക, സ്പോട്ടിന് 100 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ 24,585 താഴെ ഓപ്പൺ ആയാൽ, 24,585 ഇത് സ്പോട്ടാണ് പറയുന്നത്. ഓക്കെ, 595 ഇത് സ്പോട്ടാണ് പറയുന്നത്. ഇതിൻ്റെ താഴെ കിട്ടിയാൽ നമുക്ക് വീണ്ടും ഈ പ്രൊഫൈൽ റിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ലോ നമുക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ട് താഴോട്ട് നിഫ്റ്റി നോക്കാവുന്നതാണ്. സോ ഇത് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെയും സ്പോട്ടിൻ്റെയും കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. പെട്ടെന്ന് തന്നെ ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ 53,900 അവിടെ ഒരു ഓപ്പൺ കിട്ടിയാൽ ഈ PDL വീക്കർ ഹാൻഡ്സ് ആണ്, അതിനെ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്ലസ് പ്രോമിനൻറ്റ് പോയിൻ്റ് ഓഫ് കൺട്രോൾ ബാങ്ക് നിഫ്റ്റിയിലും റെഡി ആയിട്ടുണ്ട്. സോ ഫ്ലാറ്റായിട്ട് ഓപ്പണായി താഴോട്ട് വന്നു കഴിഞ്ഞാൽ രാവിലെ തന്നെ നമുക്ക് താഴോട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി 53,200 എന്നുള്ള ഒരു ടാർഗറ്റും, പിന്നെ അതിന് താഴെ 52,973 എന്നുള്ള ടാർഗറ്റും താഴോട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാവുന്നതാണ്. ഇത് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്യാപ്പപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ മുകളിലോട്ടാണ് എന്നുണ്ടെങ്കിലും നമുക്ക് 54,000 ഒരു സൈക്കോളജിക്കൽ ലെവലുണ്ട്. അതിന് മുകളിൽ റെസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 54,325 മുകളിൽ ഉള്ളത്. താഴെ നമുക്ക് സപ്പോർട്ട് ഇതിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതനുസരിച്ച് നിങ്ങൾ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുക. അതേസമയം ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതാണ് ലെവൽസ്. 53,487 അവിടെയാണ് ട്രേഡ് ആകുന്നുണ്ടെങ്കിൽ PDL ആദ്യത്തെ ടാർഗറ്റാണ്. ബാങ്ക് നിഫ്റ്റി സ്പോട്ടാണ് ഇത് പറയുന്നത്. പിന്നെ ഈ ലോ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ലോയും പുവർ ലോയാണ്. ഈ ലോയിലോട്ട് താഴോട്ട് 52,800 അല്ല 52,900
52,900 എന്ന് പറയുന്ന ഒരു ലെവൽ നമുക്ക് താഴോട്ട് നോക്കാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റി സ്പോട്ട് ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇത് ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ ഉള്ള കാര്യങ്ങളാണ് ഇത് നമ്മൾ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നോക്കുന്നത്. ഗ്യാപ്പ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഡേ ലോയ്ക്ക് താഴെ ഓപ്പൺ ആവുക, ഗ്യാപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഡേ ഹൈക്ക് മുകളിൽ ഓപ്പൺ ആവുക എന്നുള്ളതാണ്. പക്ഷേ ഇത് മൾട്ടി ഡേ ഹൈന് മുകളിൽ ഒരു 53,900 സ്പോട്ട് കണ്ടോ, സ്പോട്ട് എക്സാക്ട്ലി, അതായത് ഈ ദിവസത്തെ എൻ്റെ ഹൈ 5-ാം തീയതിത്തെ പിന്നെ 6-ാം തീയതിത്തെ, ഇതിനെ മൾട്ടി ഡേ ഹൈ എന്ന് പറയും. ഈ മൾട്ടി ഡേ ഹൈക്ക് മുകളിൽ ബാങ്ക് നിഫ്റ്റി സ്പോട്ട് സസ്റ്റെയിൻ ചെയ്താൽ അതേസമയം നമുക്ക് 54,000 നിങ്ങൾ ശ്രദ്ധിക്കുക, വീണ്ടും ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത് ഈ മൾട്ടി ഡേ ഹൈൻ്റെ മുകളിൽ ഓപ്പൺ ആവുകയും അതേസമയം 54,000 CE പ്രീവിയസ് ഡേ ഹൈക്ക് അതിൻ്റെ പ്രീമിയം, ഓക്കെ, 54,000 CEയുടെ പ്രീമിയം, 54,000 CEയുടെ പ്രീമിയം പ്രീവിയസ് ഡേ ഹൈ എന്ന് പറയുന്ന പ്രീമിയം ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ആകണം. എങ്കിൽ മാത്രമേ മുകളിലോട്ടുള്ളൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ റിവേഴ്സലിൽ തിങ്ക് ചെയ്യുക, നല്ല നല്ല ട്രേഡുകൾ എടുത്ത് വിജയിക്കുക, ഫിനാൻഷ്യൽ ഫ്രീഡം കൈവരിക്കുക. കണ്ടതിൽ നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.